നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. ഡിസംബർ മാസത്തിലെ ക്ഷേമനിധി പെൻഷൻ വിതരണം ഈ മാസം 15 മുതൽ ആരംഭിക്കും. സർക്കാർ ഇതിനായി ആവശ്യമായ ഫണ്ടുകൾ ഇതിനകം തന്നെ അനുവദിച്ചിരിക്കുന്നു. മുൻപ് പ്രഖ്യാപിച്ചതുപോലെ ക്ഷേമനിധി പെൻഷൻ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളിലുള്ള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനും 2000 രൂപയായി തുടരും. സംസ്ഥാനത്തെ സോഷ്യൽ സെക്യൂരിറ്റിയും ക്ഷേമനിധി ബോർഡുകളും ചേർന്ന് ആകെ 62 ലക്ഷം പേർക്കാണ് ഈ മാസത്തെ പെൻഷൻ ലഭിക്കാൻ പോകുന്നത്. ഇതിൽ 26 ലക്ഷം പേരാണ് സോഷ്യൽ സെക്യൂരിറ്റിയിൽ ഉൾപ്പെടുന്നത്. ഏത് വിഭാഗങ്ങൾ എന്ന് നോക്കുമ്പോൾ മുതിർന്ന പൗരന്മാർ, വിധവകൾ, വൈകല്യമുള്ളവർ, കർഷകർ തുടങ്ങിയവരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഡിസംബർ മാസത്തെ പെൻഷൻ വിതരണം നടത്തുന്നതിനായി സർക്കാർ 1045 കോടി അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ വിതരണം ജില്ലാതലവും ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തലവുമായി ക്രമീകരിച്ച് നടത്തും. പെൻഷൻ ലഭിക്കുമോ എന്ന് ഓൺലൈനിൽ പരിശോധിക്കാൻ കഴിയും. പെൻഷൻ ലഭ്യമായിട്ടുണ്ടോ, ക്രെഡിറ്റ് ആയോ എന്ന് എങ്ങനെ പരിശോധിക്കാം? അതിനായി ഈ സേവനം പോർട്ടൽ അല്ലെങ്കിൽ വെൽഫെയർ ബോർഡ്സ് പോർട്ടലിൽ സന്ദർശിക്കുക. ആധാർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. ബെനിഫിഷ്യറി സ്റ്റാറ്റസ് വിഭാഗത്തിൽ പെൻഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാൻ കഴിയും. പലർക്കും SMS അലേർട്ട് വഴിയും ക്രെഡിറ്റ് വിവരങ്ങൾ ലഭിക്കുന്നതായിരിക്കും. ക്ഷേമനിധി പെൻഷൻ വിതരണം എങ്ങനെയാണ് നടക്കുന്നത്? അതിന്റെ രീതി എങ്ങനെയാണ്? ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള DBT ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആണ് പ്രധാന രീതി. ചില പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികളിൽ അക്കൗണ്ട് ക്രെഡിറ്റ് ആയതിനു ശേഷം പോയിന്റ് വിതരണ സംവിധാനം എപ്പോഴും നിലനിൽക്കും. ബാങ്ക് ഹോളിഡേയ്സ് വന്നാൽ അടുത്ത തൊഴിൽ ദിനത്തിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യും. നിങ്ങളുടെ പെൻഷൻ പണം വൈകുന്നതോ ലഭിക്കാത്തതോ ആണെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? പെൻഷൻ ലഭിക്കാതെ പോകുന്നവരാണെങ്കിൽ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യുക. നാട്ടിലെ പഞ്ചായത്ത് അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ സ്റ്റാറ്റസ് ചോദിച്ചറിയുക. ക്ഷേമനിധി ബോർഡ് ഹെൽപ്പ് ലൈൻ നമ്പറുകളിൽ ബന്ധപ്പെടുക. ആധാർ, ബാങ്ക് ലിങ്ക് ചെയ്തതും KYCയും തുടങ്ങിയവ കാലാവധി കഴിഞ്ഞാൽ അവ പുതുക്കാൻ ശ്രമിക്കുക. ഡിസംബർ, ജനുവരി ആഘോഷകാലത്തെ മുൻനിർത്തി സർക്കാർ പെൻഷൻ വിതരണം പൂർത്തിയാക്കാൻ പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് 15 മുതൽ കൂടുതൽ പ്രദേശങ്ങളിൽ വിതരണം നടത്താൻ സാധ്യതയുണ്ട്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്